നിരവധി അനവധി സിനിമകളിൽ രക്ഷക വേഷം കെട്ടി തമിഴ്നാടിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും രക്ഷകൻ എന്ന പേര് സമ്പാദിച്ച വ്യക്തിയാണ് തമിഴ് സൂപ്പർ താരം നടൻ വിജയ്. അങ്ങനെയിരിക്കെ വിജയ്ക്ക് തോന്നി ഈ രക്ഷക വേഷം സിനിമയിൽ മാത്രം പോരാ, ജീവിതത്തിൽ കൂടി അങ്ങ് ചെയ്തു കളഞ്ഞേക്കാമെന്ന്. അതിനായിട്ട് അണ്ണൻ പുതിയൊരു പാർട്ടിയൊക്കെ തട്ടിക്കൂട്ടി അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അതിനിടയ്ക്ക് 10-18 പേര് ഇഹലോകവാസം വെടിഞ്ഞു എന്നത് മറ്റൊരു സത്യം. അണ്ണനെ കാണാൻ വേണ്ടി ആളുകളെല്ലാം കൂട്ടം കൂടി വലിയ തിക്കും തിരക്കും തള്ളുമൊക്കെയായി ഏതാനും പേർ മരണപ്പെടുകയുണ്ടായി. അതിനുള്ള നഷ്ടപരിഹാരം അണ്ണൻ കോടികളായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അണ്ണൻ തൻ്റെ രക്ഷക വേഷം രാഷ്ട്രീയത്തെ കൂടി പ്രാവർത്തികമാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചാരണത്തിന് അണ്ണൻ പുതിയ വ്യത്യസ്ത വഴികളൊക്കെയാണ് അണ്ണൻ സ്വീകരിച്ചിരിക്കുന്നത്. മുമ്പൊരിക്കൽ ഇതുപോലെ അണ്ണൻ വോട്ട് ചെയ്യാൻ വേണ്ടി സൈക്കിളിൽ പോയി വലിയ വാർത്തയായതാണ്. ഇത്തവണയും അണ്ണൻ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെ ഒരു സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ണനെ ഒന്ന് കാണാൻ, പറ്റുമെങ്കിലൊന്ന് തൊടാൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആരാധകരുള്ള നാടാണ് തമിഴ്നാട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അഥവാ ഒരാൾ അണ്ണൻ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ പലതരം പൂക്കൾ ഒരു ബോൾ പോലെ ആക്കി അണ്ണൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ പതുക്കെ പൊക്കിയിട്ട് കൊടുക്കുന്നു. ഇത് താഴെ വീണ് പൂക്കളാണ് ചിതറിയത്. പക്ഷേ അഖില ലോക രക്ഷകൻ ആയ അണ്ണൻ വിചാരിച്ചു തൻ്റെ നേരെ ആരോ ബോംബ് എറിഞ്ഞതാണെന്ന്. സൈക്കിളും ഇട്ടിട്ട് 100 തിരിച്ചൊരൊറ്റ ഓട്ടമായിരുന്നു. ആൾ കൂടി അണ്ണനെ സുരക്ഷാ വാഹനത്തിൽ കയറ്റുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നു. പൊന്നണ്ണ, അത് ബോംബും കുറച്ചക്കുറവൊന്നും അല്ല, അത് ഏതോ ഒരു വേട്ടാവളിയൻ ആരാധകൻ അണ്ണന് നേരെ പൂക്കൾ എറിഞ്ഞതാണ്. അണ്ണൻ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അങ്ങനെ പല രീതിയിൽ അണ്ണനെ ഒന്ന് ശാന്തമാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അണ്ണൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനനായകൻ എന്ന് പറഞ്ഞൊരു സിനിമ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ച് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ അതിന് റിലീസ് ചെയ്യാനുള്ള അനുമതി കിട്ടിയില്ല. പക്ഷേ എങ്ങനെയോ ഇതിനകത്തെ ചില രംഗങ്ങളൊക്കെ ലീക്കായി എന്നാണ് പറയുന്നത്. അതിൽ മുസ്ലിങ്ങളെ തീവ്രവാദികളായി കാണിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ചില മുസ്ലിം സംഘടനകൾ അണ്ണനെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വാർത്തയും വിവാദമൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് അണ്ണൻ ഇങ്ങനെ സൈക്കിളും ചവിട്ടി പ്രചരണത്തിനായിട്ട് പോകുന്നത്. അപ്പോൾ അതാ മുല്ലപ്പൂ ബോംബെന്നൊക്കെയാണ് ഇപ്പം കളിയാക്കി വിളിക്കുന്നത്. പൂക്കൾ ഒരു ബോൾ പോലെ ചുറ്റി ആണ് അണ്ണനെ നേരെ ഇങ്ങനെ എറിയുന്നത്. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ച് ചെയ്തതാണ്. പക്ഷേ അണ്ണൻ വിചാരിച്ച് ബോംബാണ്. അപ്പോൾ അണ്ണൻ്റെ ഈ പേടിയുടെ കാരണം ഈ സിനിമ ലീക്കായി അതിൽ മുസ്ലിങ്ങളെ തീവ്രവാദികളായി കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അക്കൂട്ടത്തിൽ ആരെങ്കിലും തനിക്കിട്ട് പണിയാൻ വന്നതാണോ എന്ന തോന്നലാണ് അണ്ണൻ സൈക്കിളിട്ട് 100 ഓടി തള്ളിയത്. എന്തായാലും അണ്ണൻ്റെ രക്ഷകൻ എന്നുള്ള ഇമേജ് ഈ ഒരൊറ്റ സംഭവത്തോടു കൂടി തന്നെ പൊളിഞ്ഞ് പാളീസായി എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ലല്ലോ.